ഹായ് കൂട്ടുകാരെ, ഇന്നലെ ഒരു ചെറിയ കാര്യം സംഭവിച്ചു. അത് ഇതുവരെയും എൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരി റിയയുടെ വീട്ടിൽ കളിക്കാൻ പോയിരുന്നു. അവിടെ കുറച്ച് മുയലുകളെ കൂട്ടിൽ വളർത്തുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കളിച്ചു മടുത്തപ്പോൾ മുയൽക്കൂട്ടിനടുത്തേക്ക് ചെന്നു. നീണ്ട ചെവിയുള്ള മുയലുകൾ ചാടിച്ചാടി കളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഹായ്, ചെവി എത്ര ക്യൂട്ടാണ്. അപ്പോൾ റിയ പറയുകയാണ്, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരാൺകുട്ടിയുണ്ട്. അവൻ്റെ ചെവി വലുതാണ്. അതിനാൽ ഞങ്ങൾ അവനെ മുയൽ ചെവിയൻ എന്നാണ് വിളിക്കാറ്. എന്നിട്ട് അവൾ ഉറക്കി പൊട്ടിച്ചിരിച്ചു. പക്ഷെ ഞാൻ ചിരിച്ചില്ല. എനിക്കത് രസമായി തോന്നിയില്ല. എനിക്കെന്തോ വിഷമം തോന്നി. ഞാൻ കുറേ ആലോചിച്ചു. ആ കുട്ടിക്ക് അറിയാമോ അവനിങ്ങനെ വിളിക്കുന്നത്? അവൻ ആൾക്കാരില്ലേ, ക്ലാസ്സിൽ വരാതിരിക്കില്ലേ? അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, മറ്റുള്ളവരെ മുയൽ ചെവിയൻ പോലെയുള്ള പേരുകളിൽ വിളിക്കുന്നത് ശരിയാണോ? ഇല്ല മോളെ, അതാണ് ബുള്ളിങ്. പണ്ട് അമ്മയുടെ സ്കൂളിലും ഇങ്ങനെ കളിയാക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. ആളുകളെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങളിലൂടെയോ തിരിച്ചറിയാതെ വേദനിപ്പിക്കുന്നതാണിത്. പലപ്പോഴും രൂപത്തെപ്പറ്റി കളിയാക്കുന്നു. അവനോ അല്ലെങ്കിൽ അവളോ സംസാരിക്കുന്ന രീതിയെപ്പറ്റി ആക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ ധരിച്ച വസ്ത്രം, നടക്കുന്ന രീതി എന്നിവയൊക്കെ നോക്കി കളിയാക്കുന്നു. ചിലർ ചിരിച്ചിട്ട് പറയും അതൊരു രസമാണെന്ന്. പക്ഷെ ചില കുട്ടികൾ അതിൽ തകർന്നു പോകും. ചിലർ സംസാരിക്കാതെ ആകും, ചിലർ മിണ്ടാതിരിക്കും, ചിലർ ഒറ്റയ്ക്ക് കരയും. അമ്മ പറഞ്ഞു, മോളെ, നമുക്ക് എന്ന് സ്നേഹമുള്ള വാക്കുകൾ ഉപയോഗിക്കണം. മറ്റുള്ളവരെ കാണുമ്പോൾ തമാശയ്ക്ക് പോലും കളിയാക്കരുത്. ബുള്ളിങ് കണ്ടാൽ ടീച്ചറോട് പറയൂ, അല്ലെങ്കിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ അറിയിക്കൂ. ദയാശീലമാണ് ഏറ്റവും വലിയ ശക്തി. നിന്റെ വാക്കുകൾ മറ്റൊരാളുടെ ചിരിക്ക് കാരണമാകട്ടെ. ഞാൻ അതിൽ ധാരാളം ചിന്തിച്ചു. അതിനാലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ എല്ലാവരും സ്പെഷ്യലാണ്, ശക്തരാണ്, സുന്ദരികളും സുന്ദരന്മാരുമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കേണ്ട. ഇനി എൻ്റെ കൂട്ടുകാർക്കായി ഇതുകൂടി പറയട്ടെ. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അവരുടെ രൂപത്തിലോ സ്വരത്തിലോ കഴിവുകളിലോ കളിയാക്കരുത്. വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുത്. വാക്കുകൾ വേദനിക്കാനല്ല, സ്നേഹിക്കാനാകട്ടെ. വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരു ടീമാകാം. ബുള്ളിങ് പറയുന്നവർക്കെതിരായ ടീം. നമുക്ക് ചിരിക്കാം, കരയണ്ട. ഞാൻ വിശ്വസിക്കുന്നു സ്നേഹമാണ് വിജയമാകുന്നതെന്ന്. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ വരാം.